ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനൊരു 4 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴം. ഇത് ആവശ്യത്തിന് പഴുത്ത പഴം തന്നെയാണ്. ഇതിന് പച്ചപ്പഴം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് 3ആയിട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നേരിയത് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇപ്പം ഞാനിത് 3ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിപ്പോൾ ഈ 4 പഴം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 3ആയി നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മാവ് നമ്മുടെ ഇഡ്ലിക്കും ദോശക്കൊക്കെ നമ്മൾ എടുക്കുന്ന മാവില്ലേ, അതേ സെയിം മാവാണ് എടുത്തത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കൂടാതെ നിങ്ങൾക്ക് ജീരകം ഇഷ്ടമാണെങ്കിൽ പെരുംജീരകം ചേർത്ത് കൊടുക്കുക. കൂടാതെ ഒരു 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, കറുത്ത എള്ള് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങാം. ഞാനിതാ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമില്ലേ, അത് ഓരോന്നായിട്ട് നമുക്ക് ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. പെട്ടെന്ന് കരിഞ്ഞോൻ പാടില്ല. ഇതൊരു കുറച്ച് ക്രിസ്പി ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണ്. ഇതിന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഗോൾഡൻ കളറിലായിട്ടുണ്ട്. നല്ലൊരു കളറാണ്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം തന്നെ ഞാനിപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡും ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ 4 പഴം അതുപോലെ അങ്ങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലത്തെ ടേസ്റ്റിൽ നിങ്ങൾ പഴംപൊരി കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.